നമുക്ക് കേരളത്തിലേക്ക് വീണ്ടും തിരിച്ചു വന്നാൽ പോലീസിനും രക്ഷയില്ല, വാഹനമിടിപ്പിച്ച് കൊല്ലാൻ ശ്രമം. നെയ്യാറ്റിൻകര സ്വർണ്ണപ്പണയ തട്ടിപ്പ് കേസ് പ്രതികളെ പിടികൂടാനെത്തിയ പോലീസ് ഉദ്യോഗസ്ഥരെ വാഹനമിടിപ്പിച്ച് കൊല്ലാൻ ശ്രമം. നെയ്യാറ്റിൻകര SI അക്ഷയ് കുമാർ, CPOമാരായ നിതിൻ ആന്റണി എന്നിവർ സഞ്ചരിച്ച ബൈക്കിലാണ് വാഹനം ഇടിച്ചത്. ദൃശ്യങ്ങൾ. 2 ബൈക്കുകളിലായി SIയും പോലീസ് ഉദ്യോഗസ്ഥരും മാർനല്ലൂർ അംബേദ്കർ കോളനിയിലേക്ക് പോകുന്നതിനിടയിലായിരുന്നു ഈ സംഭവം. ബാലരാമപുരം സ്വദേശി സനോജിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. അരുൺ സോളമൻ വിവരങ്ങൾ നൽകും. അരുൺ, ബൈക്ക് മറിഞ്ഞു കിടക്കുന്നത് കാണാം. ഈ പോലീസ് ഉദ്യോഗസ്ഥർക്ക് സാരമായി പരിക്കേറ്റിട്ടുണ്ടോ? അവരിപ്പോൾ ചികിത്സയിലാണോ ഉള്ളത്? ഈ പോലീസുകാർ ബൈക്കിൽ വരുന്നത് മുൻകൂട്ടി കണ്ട് കൊല്ലാൻ വേണ്ടി തന്നെയാണോ ഈ താർ ജീപ്പുമായി ഈ സംഘം അവിടെ എത്തിയത്? ഈ സനോജ് എന്ന് പറയുന്ന ഒരു വ്യക്തി മാത്രമാണോ, ഈ ഇരിക്കുന്ന വ്യക്തി മാത്രമാണോ ഈ അക്രമി സംഘത്തിൽ ഉണ്ടായിരുന്നത്? അരുൺ, നെയ്യാറ്റിൻകര കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന നടരാജ് ഫിനാൻസിന്റെ കീഴിൽ തന്നെ 4 കോടി രൂപയുടെ തട്ടിപ്പാണ് നടന്നിരിക്കുന്നത്. ഇതിൽ 2.5 കോടി രൂപയുടെ തട്ടിപ്പ് മുക്കുപണ്ടം പണയം വെച്ചാണ് എന്നുള്ളതാണ് നെയ്യാറ്റിൻകര പോലീസിന് ലഭിച്ച വിവരം. നിരവധി ആൾക്കാർക്ക് സ്വർണവും പണയവും നഷ്ടപ്പെട്ടു. ഇതിനോടകം തന്നെ നിരവധി പരാതികൾ നെയ്യാറ്റിൻകര പോലീസിന് ലഭിച്ചു. ഇതിനെ അനുസരിച്ച് തന്നെ നേമം സ്വദേശിയായിട്ടുള്ള ശ്രീജിത്തിനെ 2 ദിവസം മുൻപാണ് നെയ്യാറ്റിൻകര പോലീസ് പിടികൂടിയത്. ഇദ്ദേഹത്തെ കസ്റ്റഡിയിൽ വെച്ച് ചോദ്യം ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് മുഖ്യ പ്രതിയായിട്ടുള്ള ബാങ്കിന്റെ ഈ നടത്തിപ്പുകാരനായിട്ടുള്ള ബാലരാമപുരം സ്വദേശി സനോജിനെ പിടികൂടാനായിട്ട് നെയ്യാറ്റിൻകര SI അക്ഷയ് കുമാറും CPOമാരായിട്ടുള്ള നിതിനും ആന്റണി അടക്കമുള്ള 3 ഉദ്യോഗസ്ഥർ ഇന്ന് 2 ബൈക്കുകളിലായിട്ടാണ് ഈ പ്രതി സഞ്ചരിച്ച താർ ജീപ്പിന് പിന്നാലെ പോയത്. ഈ പ്രതികൾ സഞ്ചരിച്ച താർ ജീപ്പ് ഏകദേശം മാർനല്ലൂർ അംബേദ്കർ കോളനിക്ക് ഭാഗത്തെത്തിയപ്പോഴാണ് ഈ പോലീസുകാർ സഞ്ചരിച്ച 2 ബൈക്കുകളെയും ഇടിച്ചിട്ടുകൊണ്ട് ഏറെ ദൂരം ഈ ബൈക്കിനെ വലിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പ്രതി രക്ഷപ്പെടാൻ ശ്രമിച്ചു. പക്ഷേ അതിസാഹസികമായിട്ട് തന്നെ പരിക്കേറ്റുവെങ്കിലും പ്രതികളെ പിടികൂടാനായിട്ട് നെയ്യാറ്റിൻകര പോലീസിന് സാധിച്ചു എന്നുള്ളതാണ്. പക്ഷേ അപ്പോഴും ഒരു പ്രതി രക്ഷപ്പെട്ടിട്ടുണ്ട്. നിലവിൽ ഈ ബാങ്കിന്റെ നടത്തിപ്പുകാരനായിട്ടുള്ള സനോജാണ് നിലവിൽ നെയ്യാറ്റിൻകര പോലീസിന്റെ പിടിയിലായിരിക്കുന്നത്. ഇതിൽ വരുന്ന ദിവസങ്ങളിൽ കൂടുതൽ തട്ടിപ്പുകൾ പുറത്തു വരുമെന്നാണ് നിലവിൽ പോലീസ് അറിയിച്ചിരിക്കുന്നത്. കാരണം ഇതിൽ പല ആൾക്കാരുടെയും സ്വർണം എടുത്തു നൽകാമെന്ന് പറഞ്ഞാണ് തട്ടിപ്പുകൾ നടത്തിയത്. അതിൽ തന്നെ കൂടുതൽ പണം നൽകാമെന്ന് പറഞ്ഞ് പലരുടെയും സ്വർണം പണയം വയ്ക്കുകയും മറ്റ് ധനകാര്യ സ്ഥാപനങ്ങൾ കൊണ്ടുപോയി വിറ്റ് ഈ സ്വർണത്തിൽ നിന്ന് പണം ഈടാക്കിയിരുന്നു എന്നുള്ളതാണ് നിലവിൽ അറിയാൻ സാധിച്ചിട്ടുള്ളത്. എന്തായാലും 4 കോടി രൂപയുടെ വലിയ തട്ടിപ്പ് നടത്തിയ പ്രതികളാണ് ഇതിനോടകം പോലീസിന്റെ പിടിയിലായിരിക്കുന്നത്. അരുൺ. ശരി, അരുൺ സോളമനാണ് ഈ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്.